മുത്തുമാരി അമ്മൻ ക്ഷേത്രത്തിലെ പൊങ്കാലയാണ് ഇന്ന്. പൊങ്കാലയ്ക്ക് നടന്നു പോയാൽ മതി എന്ന് അച്ഛൻ പറഞ്ഞതിന്റെ കലിപ്പിലാണ് അമ്മ. ഓട്ടോയിൽ കൊണ്ടാക്കിയില്ലെങ്കിൽ അടുക്കള പൂട്ടി സീൽ വെക്കുന്ന കടുത്ത പ്രസ്താവന അമ്മ മുന്നോട്ട് വെച്ചപ്പോ അച്ഛൻ ഞങ്ങളെ അമ്പലത്തിൽ കൊണ്ടുവന്നാക്കി. പിള്ളേരുള്ളതുകൊണ്ട് എനിക്ക് പൊങ്കാല ഇടാൻ പറ്റാത്തതുകൊണ്ട് അമ്മയാണ് അമ്പലത്തിൽ പൊങ്കാല ഇടുന്നത്. ഒരുപാട് തിരക്കും ബഹളമൊന്നും ഇല്ലാത്ത ഒരു കുഞ്ഞമ്പലം. അമ്പലം വളരെ ചെറുതാണെങ്കിലും ഇവിടെയുള്ള നാട്ടുകാർക്ക് ഈ അമ്പലം വളരെയധികം വിശ്വാസമുള്ളൊരു അമ്പലമാണ്. അങ്ങനെ വളരെ വിശ്വാസമുള്ള അമ്പലം ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഇടയിൽ കൂടെ ക്യാമറയും തൂക്കി ഫോട്ടോ എടുക്കാൻ നിന്നാൽ ചിലപ്പോൾ ആൾക്കാർ എന്നെ പഞ്ഞിക്കിടും. ഒരു വശത്ത് പൊങ്കാല അടക്കുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ ഞാനും മക്കളും സ്ഥിരം പരിപാടിയാണ് ഫുഡടി. എല്ലാവരുടെയും തിരക്കേറിയ ജീവിതത്തിൽ ഇതുപോലുള്ള ഉത്സവങ്ങളും പൊങ്കാലയൊക്കെ വരുമ്പോഴാണ് എല്ലാവരെയും ഒന്ന് ഒരുമിച്ച് കാണാൻ കഴിയുന്നത്. ഇവിടെ കണ്ടവരെല്ലാം എന്റെ നാട്ടുകാരാണ് കേട്ടോ. പൊങ്കാലയിടലും നിവേദ്യമൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി അന്നദാനം കഴിക്കലാണ്. ഇതേ കറികൾ തന്നെ നമ്മൾ വീട്ടിൽ അടുക്കളയിൽ ഉണ്ടാക്കിയിട്ടിരുന്ന് കഴിക്കുമ്പോൾ കിട്ടാത്തൊരു സ്വാദാണ് ഇതുപോലെ അമ്പലത്തിൽ അന്നദാനം കഴിക്കുമ്പോൾ കിട്ടുന്നത്. പ്രത്യേകിച്ച് ഇരുന്ന് കഴിക്കാൻ കസാരയോ ടീപ്പയോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് കിട്ടിയ കയ്യാല പുറത്ത് വലിഞ്ഞു കയറിയിരുന്ന് അന്നദാനവും കഴിച്ചു. അതല്ലേലും ഇങ്ങനെ ഇരുന്ന് കഴിക്കുമ്പോൾ കിട്ടുന്ന സുഖമൊന്നും ഒരു ഡൈനിങ് ടേബിളിന്റെ മുകളിൽ ഇരുന്ന് കഴിച്ചാലും കിട്ടത്തില്ല. അങ്ങനെ അന്നദാനം കഴിപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള അടുത്ത പരിപാടി ഇട്ട പായസം എല്ലാം മറ്റുള്ളവർക്ക് വീതിച്ചു കൊടുക്കലാണ്. അതൊരു പ്രത്യേക സുഖമാണ്. എന്ത് ഭക്ഷണം എവിടെ നിന്ന് കിട്ടിയാലും അവനവന്റെ വയറാണെന്ന് ഓർക്കാതെ വാരി വലിച്ചു കഴിച്ചാൽ അതേ കയറ്റം കയറുമ്പോൾ ഇതുപോലെ ഒന്ന് കിതക്കേണ്ടി വരും. അപ്പൊ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ. ടാറ്റാ.